മീറ്റ്സ്. ഇപ്പോൾ നമ്മൾ വന്ന് എവിടെയാണ് അങ്ങനെ അബുദാബിയിൽ, അതും നമ്മുടെ ഐഫ അബുദാബിയിൽ ഫസ്റ്റ് ടൈമായിട്ടാണ് നടക്കുന്നത്. അതും കുറേ സ്റ്റാർസിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ ഗ്രീൻ കാർപ്പറ്റിൽ വന്ന് കുറേ പേര് വരുന്നു, ഉള്ളിൽ പോകുന്നു, കുറേ നോമിനീസ്, കുറേ അവാർഡീസ്, കുറേ ആങ്കേഴ്സ്, കുറേ അറ്റൻഡീസ്. ഇപ്പോൾ ഒരാൾ വരുന്നുണ്ട്, ഞാൻ പോയി ഉടനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ഫുൾ നമ്മളൊന്ന് ഇറക്കും. എല്ലാവരുടെയും ഹാർട്ട് ത്രോബ് ഷെയ്ൻ നിഗം സാറാണ് വന്നിരിക്കുന്നത്. ഹൗ ആർ യു സർ? വെരി ഗുഡ്, താങ്ക് യു. എന്താ ഇങ്ങനെ കണ്ണാടിയൊക്കെ ഇട്ട് ഒരുമാതിരി സ്കൂൾ പിള്ളേരെ പോലെ വന്നിട്ടില്ലേ? പവർ ക്ലാസ് ആണ്. പവർ ക്ലാസ്. സോ ഇന്ന് ഐഫ ഉത്സവം അബുദാബിയിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ്. സോ ഹൗ ആർ യു ഫീലിംഗ്? ഞാൻ ഫസ്റ്റ് ടൈമാണ് അറ്റൻഡ് ചെയ്യുന്നത്. നമ്മൾ ചെറുപ്പം മുതൽ ഇത് ചാനലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ബോളിവുഡിലാണെങ്കിലും ഐഫ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അത്രയും വാല്യൂബിൾ ആണ്. അപ്പോൾ ചെറുപ്പം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ ഇന്ന് പെർഫോമും ചെയ്യുന്നുണ്ട്. എന്താ ഒരു വലിയൊരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കാണുന്നു. സൂപ്പർ. സോ അടുത്ത വർഷം ആരുടെ കൂടെയെങ്കിലും ഒരു ഡ്രീം കൊലാബറേഷൻ അങ്ങനെ എനി ഇൻഡസ്ട്രി, ഐഫ ആയതുകൊണ്ട് തമിഴ്, തെലുഗു എല്ലാം ഉണ്ടല്ലോ. സോ ഏതെങ്കിലും ഒരു ഡ്രീം കൊലാബറേഷൻ എന്നാൽ ആരായിരിക്കും? എനി ഡയറക്ടർ, ഹീറോ എന്തെങ്കിലും നമ്മളിവിടെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്ത് അടുത്ത വർഷം ഐഫയിൽ അത് നടക്കും. അങ്ങനെ നടക്കും. എന്നാ ശരി, SS രാജമൗലി കുറവാക്കുന്നത്. SS രാജമൗലി സാർ, താങ്ക് യു. അതും സാറുടെ നീല നിലവേ സോങ് തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഹിറ്റാണ്. സോ അതിനെക്കുറിച്ച് എങ്ങനെ ഫീൽ ചെയ്യുന്നു? അതെ, RDX ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലൊരു റീച്ച് എനിക്ക് തന്നത്. ഈവൻ തമിഴ്നാട്ടിൽ ഒരുപാട് പേര്, ഞാനിപ്പോൾ ഈ ഒരു സിനിമ ചെയ്തു, മദ്രാസ്കാരൻ എന്ന് പറഞ്ഞ തമിഴ് സിനിമ ഡയറക്റ്റ് ചെയ്തു ആഫ്റ്റർ RDX. അപ്പോൾ ഞാൻ അതിനുവേണ്ടി പോകുമ്പോൾ പലരുടെയും റിംഗ് ടോൺ പോലും അവിടെ നീലനിലവേ. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ആൻഡ് ഇപ്പോൾ ഈ നെക്സ ഗ്രാൻഡ് വിറ്റാര കാറിൽ ആരുടെ കൂടെങ്കിലും ഒരു ലോങ് ഡ്രൈവ്, ഇറ്റ് ക്യാൻ ബി ഏതർ ഡയറക്ടർ ഓർ എനി വൺ സ്പെഷ്യൽ ആരെങ്കിലും. സോ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ലോങ് ഡ്രൈവ് കൂട്ടിയിട്ട് പോകണം അങ്ങനെ? ആര്? ഫാമിലി. ഓഹോ, ഇത് ഭയങ്കര ഡിപ്ലോമസി ആയിപ്പോയി. ആൻഡ് ഹാവ് എ ഗ്രേറ്റ് നൈറ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം, വൈശാഖാണ്. ഇന്ന് സിനിമയുടെ ആഘോഷമാണ്, പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻ സിനിമയുടെ. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഈ 4 ഭാഷകളിലെയും താരങ്ങൾ അണിനിരക്കുന്ന ഗംഭീരമായിട്ടുള്ള ഒരു ഈവനിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, വിശേഷങ്ങളുണ്ട്. അതുകൂടാതെ ഈ ഗ്രീൻ കാർപ്പറ്റിലും ഒരുപാട് പേര് വരുന്നുണ്ട്. അവരുടെയൊക്കെ വിശേഷങ്ങൾ അറിയണ്ടേ? എൻ്റെ കൂടെ പോകുന്നുള്ളൂ. നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം മീന മാം ആണ്. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പം കാണുന്ന പല ആൾക്കാർക്കും ഇതിനു മുൻപ് ബ്രോഡാഡിയിലെ അന്നമ്മേനെ മറക്കാനായിട്ട് പറ്റത്തില്ല. അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ലാലേട്ടൻ്റെ കൂടെ വീണ്ടും അഭിനയിക്കുന്നു, പൃഥ്വിരാജിൻ്റെ കൂടെ അഭിനയിക്കുന്നു. എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആക്ച്വലി ബ്രോഡാഡി ചെയ്യുമ്പോൾ ആദ്യം ആൻ്റണി പ്രൊഡ്യൂസർ ഫോൺ ചെയ്ത് ഇങ്ങനെ ഒരു നല്ല സബ്ജക്റ്റ് ഉണ്ട്, നമുക്ക് ലാൽ സാറുടെ പേരാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞു. ഏനോ ഒരു മോനുണ്ട്, പിന്നെ മോനൊരു ഏനോ ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഹ്യൂമറസ് പാർട്ടിസ് ഗേൾ ഫ്രണ്ടും വൈഫും ഒരേ സമയത്ത് പ്രസവിക്കുന്നു, പ്രഗ്നൻ്റ് ആവുന്നു, അങ്ങനെ ഒരു ഇതാണ് അങ്ങനെ പറഞ്ഞു. ബട്ട് ഞാൻ ആരാ മോനെന്ന് ചോദിച്ചപ്പോൾ അവരാദ്യം രാജു എന്ന് പറഞ്ഞു. രാജു ആര്? ഐ വാസ് ലൈക്ക് തിങ്കിങ് ഹൂസ് ദിസ് ന്യൂ കമർ ആണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, നമ്മുടെ പൃഥ്വിരാജ്. ഐ വാസ് ലൈക്ക് പൃഥ്വിരാജ് എൻ്റെ മോനായിട്ടാണോ എന്ന്. ഓ മൈ ഗോഡ്, ദാറ്റ് വാസ് ലൈക്ക് വെരി ഷോക്കിംഗ്. എത്ര തവണ ആലോചിച്ചു പൃഥ്വിരാജിന്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട്? അതോ പെട്ടെന്നൊരു ക്വിക്ക് ഡിസിഷനായി മാറിയോ? No, it was quite a quick decision only. Okay. Yes. Raju എനിക്ക് ഫോൺ ചെയ്തു. He told me the whole script and all that. He narrated the character, the movie. പിന്നെ then it was like immediate yes. ശരി. ഐഫ ഉത്സവത്തിന്റെ ഒരു സ്പോൺസറാണ് മെറ്റിയോറ ഡെവലപ്പേഴ്സ്. എനിക്കൊരു കാര്യം അറിയണം. മീനയുടെ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? നമ്മൾ കുറേയധികം പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യുന്ന, റീൽസ് കാണുന്ന, അല്ലെങ്കിൽ ബുക്സ് വായിക്കുന്ന, അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ഥലമുണ്ടെങ്കിൽ അത് എന്തായിരിക്കും പറയുന്നത്? My office room where I do most of my professional work and everything.